ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ചെറിയൊരു കഥ പറഞ്ഞു തരികയാണ്. ഭഗവാന്റെ കൃഷ്ണന്റെ കഥയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ കഥയിലേക്ക് കിടക്കണതിന്റെ മുന്നേ പറയാണ്, എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അമ്മ കുട്ടിക്കാലത്ത് മനസ്സിൽ കയറി കൂടിയ കഥ ഇങ്ങനെ ഒന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാം, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു കൃതിയുണ്ട് എൻ്റെ വികൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടിട്ടില്ല നിങ്ങൾ, എന്ന പോലെയാണ്. എൻ്റെ ഒരു കഥയായിട്ടൊന്നും ആയിരിക്കില്ല, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കുട്ടികളോടൊരു അമ്മമ്മ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ ഇത് കണക്കിലെടുക്കണം, ഞാൻ ഈ പറയുന്ന കഥ കേട്ടോ. കുട്ടിക്കാലം മുതലേക്ക് കൂടെ പഠിച്ച കുട്ടികളായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്ന കാലത്ത് തന്നെ ഒരു ഗുരുവിന്റെ കീഴിലാണ് രണ്ടാളും ശിഷ്യത്വപ്പെട്ടിരുന്നത്, കാരണം കൂടെ പഠിച്ചിരുന്നത്. അങ്ങനെ അവര് വലുതായി വളർന്നു. കുചേലൻ അങ്ങനെ അവര് വേറെ പിരിഞ്ഞു. പ്രായപൂർത്തിയായപ്പോൾ അവർ വേർപിരിഞ്ഞു. അറിയാലോ, കൃഷ്ണന്റെ കഴിവുകളും സമ്പന്നനാണ് കൃഷ്ണൻ. ഇദ്ദേഹത്തിന് എന്തോ ചെറിയൊരു ശാപം കാരണം ബുദ്ധിമുട്ടായിരുന്നു കുചേലന്, അല്ലേ? ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാര്യ മക്കളുമായിട്ട് കഴിയണ കാലാണ് കുചേലൻ. അപ്പോൾ ഭാര്യ ഇങ്ങനെ കുചേലനോട് പറയും, അപ്പോൾ സതീർത്ഥ്യന്റെ കാര്യങ്ങൾ എപ്പോഴും പറയും കുചേലൻ. അങ്ങനുണ്ട്, മാളികയുണ്ട്, മറ്റേതുണ്ട്, എല്ലാം കൃഷ്ണനില്ലാത്ത ഒന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ സതീർത്ഥ്യനെ പറ്റി പറയുമായിരുന്നു ഭാര്യയോട്. അപ്പോൾ ബുദ്ധിമുട്ട് സഹിക്കാതെ ഇപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സതീർത്ഥ്യനെ ഒന്ന് പോയി കണ്ടുകൂടെയുണ്ട്. അപ്പോൾ പിന്നെന്താ പറയുക, കുചേലൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറയും. പക്ഷെ അപ്പൊ അങ്ങനെ കുറേ പ്രാവശ്യം ഒരാൾ പറയുമ്പോൾ 10 പ്രാവശ്യം ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നാറില്ലേ എന്ന പോലെ അദ്ദേഹത്തിനും തോന്നി. ശരി തന്നെയാണ് എൻ്റെ ഭാര്യ പറയുന്നത്, ഞാനൊന്ന് പോയി കണ്ടു നോക്കട്ടെ എന്ന്. അപ്പൊ ചോദിക്കും, എന്താ നമ്മൾ കൊണ്ടുപോകാന്ന്. അപ്പോൾ കൊണ്ടുപോവുക ചോദിക്കുന്നുണ്ട് ഭാര്യയുടെ അടുത്ത് അദ്ദേഹം. അപ്പോൾ പറയുന്നുണ്ട്, നമ്മ കുറച്ച് നെല്ലിരിക്കുന്നുണ്ട് പറയും. അപ്പോൾ എന്നാ ശരി, ഞാൻ അവിലിടിച്ച് തരാമെന്ന് പറയും. അവിലിടിക്കുമ്പോൾ ഭാര്യ രാത്രി ഒരു തോർത്തുമുണ്ടിൽ കെട്ടിയിട്ട് ഒരു കിഴി അവില് കുചേല ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. ഇത് കൊടുത്തോളൂ നിങ്ങളെ സതീർത്ഥ്യന്, അദ്ദേഹം അത് സന്തോഷമായിട്ട് കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കല്ല് നെല്ലുള്ളത് എങ്ങനെ കൊടുക്കും? അദ്ദേഹത്തിന് സങ്കടമായി. പക്ഷെ എന്നാലും ഭാര്യ അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞു, കുട്ടികളുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം രാവിലെ യാത്ര ചെയ്യും. എനിക്കിത് പറയുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടോ കൃഷ്ണന്റെ കഥ പറയുമ്പോൾ? അല്ലേ, അത് പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ആദ്യത്തായും സങ്കടപ്പെടാതെ തന്നെ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ പോയി കൃഷ്ണന്റെ അടുത്തേക്ക് പോവാണ് കുചേല ഭഗവാൻ. അവിടെ ചെന്ന് നോക്കുമ്പോൾ പറയാണ്, താഴെ തന്നെ ദൂരേന്ന് കൃഷ്ണൻ അങ്ങനെ മാളിക മുകളിൽ ഇങ്ങനെ സപ്രമഞ്ചത്തിൽ ഇരിക്കണ സമയത്ത് കൃഷ്ണൻ എന്താ അറിയാത്തത്? എല്ലാം അറിയുന്നവനല്ലേ കൃഷ്ണൻ നാരായണൻ. അദ്ദേഹത്തിന് തോന്നുന്നു വരുന്നത് അറിയുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയുന്നുണ്ട് സതീർത്ഥ്യൻ നിന്നെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ. പക്ഷേ ഭാര്യയ്ക്ക് അറിയണില്ല, ലക്ഷ്മി ദേവിക്ക് അത് അറിഞ്ഞിട്ടില്ല, ലക്ഷ്മി ദേവി അത് ചിന്തിച്ചിട്ടില്ല. കണ്ണാടിയിൽ നോക്കണു ഭഗവാൻ, എന്താ പറയുക, തുടയ്ക്കണു, പിന്നെന്താ പറയുക, ഉത്തരീയം എടുത്ത് തുടയ്ക്കണു കസേര. ഭഗവാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ലക്ഷ്മി ദേവി ചോദിക്കുകയാണ്, അല്ല ഇന്ന് എന്ത് പറ്റി, എന്നത്തേക്കാളും ഒരു ഒരുക്കം എന്താ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കാൻ, സ്വന്തം മുഖം എന്താ അറിയില്ലേ, സുന്ദരമാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് നാരായണനോട്. അപ്പോൾ അദ്ദേഹം മറുപടി ഒന്നും പറയുന്നില്ല, ചിരിയിൽ ഒതുക്കുന്നു. ആ കള്ളച്ചിരി എപ്പോഴും മുഖത്തുണ്ട്. പിന്നെ ഉത്തരീയം എടുത്തിട്ട് കസേര തൊട്ടടുത്തിരിക്കണ എന്താ പറയുക സിംഹാസനം ഇങ്ങനെ തട്ടണു. അത് കണ്ടപ്പോൾ ലക്ഷ്മി ദേവിക്ക് ഒരു സംശയം, എന്തോ ഇല്ലാതെ ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവി വെറുതെ പുറത്തോട്ടൊന്ന് കണ്ണിങ്ങനെ പായിക്കുമ്പോഴാണ് കീറക്കുട പിടിച്ചിട്ട് കുചേല ഭഗവാൻ അങ്ങോട്ട് കയറി വരുന്ന രംഗം കാണുന്നത്. അത് കണ്ടോടുകൂടി ലക്ഷ്മി ദേവിക്ക് മനസ്സിലായി. താഴത്ത് കൂടെ പടിക്കല് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുചേല ഭഗവാൻ അങ്ങനെ വരുന്നത് ലക്ഷ്മി ദേവി കാണുകയാണ്. അത് കണ്ടോടുകൂടി കൃഷ്ണൻ ഓടിച്ചെല്ലുന്നു കൃഷ്ണനും. അങ്ങനെ വിയർത്തിട്ട്, അന്നത്തെ പോലെ കാറില്ല, ഓട്ടോറിക്ഷ ഇല്ല, സൈക്കിളില്ല, ബൈക്കില്ല, അന്നത്തെ കാലം എത്രയോ ദൂരേന്ന് വരികയാണ്. അതോടുകൂടി കെട്ടിപ്പിടിക്കുന്നതാണ് സതീർത്ഥ്യനെ കെട്ടിപ്പിടിക്കുക എന്നല്ല, കൊണ്ടുവന്നു പ്രപഞ്ചത്തിൽ ഇരുത്തി കുടിക്കാനും കഴിക്കാനൊക്കെ കൊടുത്തതിന്റെ ശേഷം അപ്പൊ കുചേല ഭഗവാൻ, ഞാൻ നിനക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ അവിലിന്റെ കിഴി അത് കണ്ടോടുകൂടി കൃഷ്ണൻ അതിൽ നെല്ലുണ്ടോ കല്ലുണ്ടോ ഒന്നും നോക്കാതെ വാരി കഴിച്ചു. അത് കണ്ടോടുകൂടി രണ്ടാമത്തെ വാരിയോടുകൂടി ലക്ഷ്മി ദേവി, സ്ത്രീകളല്ലേ, മനസ്സിലായി ദേവിക്ക്. ഓരോ അവില് കഴിക്കും തോറും ഇവിടുത്തെ ധനം അങ്ങോട്ട് ഒഴുകി എത്തുന്നുണ്ടെന്ന് ദേവിക്ക് മനസ്സിലായോടുകൂടി കഴിയുമ്പോൾ പിടിക്കണ ഒരു സംഭവം ഉണ്ട് ആ സമയത്ത്. അങ്ങനെയാണ് കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ സത്യം തന്നെ ആയിരിക്കണം, നമ്മൾ വിശ്വസിക്കണം, ഭഗവാന്മാരുടെ കാര്യമല്ലേ. അങ്ങനെ എന്താ പറയുക, കുചേല ഭഗവാൻ എല്ലാ സൽക്കാരവും കഴിഞ്ഞ് സതീർത്ഥ്യനെ കണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു ചെന്നിട്ട് നോക്കുമ്പോൾ വീട് നിന്നിരുന്നിടത്ത്, ചെറിയൊരു കുടിൽ നിന്നിരുന്നിടത്ത് കൊട്ടാരം കണ്ടിട്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് എന്തൊക്കെ തോന്നി. ഇത്
എൻ്റെ വീട് തന്നെ അല്ലേ എന്ന് തോന്നി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഭാര്യ ആഭരണ വിഭൂഷകയായിട്ട് നിന്നോടുകൂടി അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന് കൃഷ്ണൻ അങ്ങനെയുള്ള ഒരാളാണ് സ്വന്തം തോഴൻ. ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ നമ്മളെ തോഴരെ കാണുമ്പോൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടിക്കാലത്തുള്ള കൂട്ടുകാരെയൊക്കെ ഇപ്പം നമ്മൾ കാണുമ്പോൾ നമുക്കും വേണം കേട്ടോ ഈ കൃഷ്ണന്റെ മനോഭാവം. അവർക്ക് നമ്മളെ അടുത്തുള്ളതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. കൂട്ടത്തിൽ നിങ്ങൾ ഈ കൃഷ്ണന്റെ ഈ മന്ത്രം കൂടി ജപിച്ചോളൂ. നാരായണൻ നമുക്ക് എല്ലാതും തരും. ജപിക്കേണ്ട മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്താണെന്നറിയോ മന്ത്രം? ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ. ഇത് നിങ്ങൾ 2 നേരവും ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് എത്ര തവണ ചെല്ലാൻ പറ്റിച്ച അത്ര തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ കേട്ടോ. 2 നേരം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിരുത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ ആഗ്രഹവും കൃഷ്ണൻ നിങ്ങൾക്ക് നിറവേറ്റി തരും കേട്ടോ. അതൊരു അനുഭവം തന്നെയാണ് കേട്ടോ. എനിക്കുണ്ടായ അനുഭവം തന്നെയാണ് ഇത്. നിങ്ങളെ എല്ലാവരും എല്ലാ ദിവസവും 2 നേരം ചെല്ലാൻ മറക്കണ്ട കേട്ടോ. നമ്മളെ കൃഷ്ണൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഭഗവാനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? കൃഷ്ണനെ പറ്റിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും കേട്ടോ. നിങ്ങളിത് ചൊല്ലി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവിന് നിങ്ങൾ പരീക്ഷണത്തിൽ തിരിയും കേട്ടോ. നിങ്ങളിത് 2 നേരം ഒന്ന് ചൊല്ലി നോക്കുക. അപ്പോൾ നിങ്ങളെ അനുഭവം ഉണ്ടാവും. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈ ഒഴിയില്ല. നിങ്ങളെ ഏത് വെള്ളപ്പൊക്കത്തിലും ഭഗവാൻ ഒരു എന്താ പറയുക, ഒരു വൈക്കോൽ തുറുമ്പ് അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഇട്ട് തരും കേട്ടോ നിങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ഭഗവാന്റെ നാമങ്ങൾ 2 നേരവും ചെല്ലണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ കൂട്ടത്തിൽ അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.